ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എങ്ങനെയാണ് KCB ബിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് പേ ചെയ്യുക. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു ATM കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ KCB ബില്ല് KCB ഓഫീസിൽ പോകാതെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇതൊരു പക്ഷേ മുൻപേ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കാം. ഇപ്പോഴും KCB ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ നീണ്ട ഒരു ക്യൂ. അത് ബില്ലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആയിരിക്കും. അതിൽ സ്ഥിരമായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ പോലും ഉണ്ട് എന്നതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അത്തരം ആളുകളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്യുക. KCB ബിൽ അടയ്ക്കുന്നത് കാണിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പേജിൽ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു 3 ഡോട്ടുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റിവ്യൂ, നോട്ടിഫിക്കേഷൻസ്, ക്രിയേറ്റ് പേജ്, കോപ്പി, ലിങ്ക് തുടങ്ങി ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഓപ്ഷനുകളിലും ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്സ്, സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, ഈവൻറ്റ്സ് തുടങ്ങി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂ ലൈവ് പോസ്റ്റ് അതിലും നിങ്ങൾ ടിക്ക് ചെയ്യുക. അങ്ങനെ ടിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അല്ലെങ്കിൽ പുതിയ പോസ്റ്റുകൾ നിങ്ങൾ മിസ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ മിസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ ടിക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബില്ലടയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബില്ലെടുക്കുക. താഴെയായിട്ട് ബില്ലിൻ്റെ താഴെ ടു പേ ഓൺലൈൻ വിസിറ്റ് www.kcb.in എന്നൊരു അഡ്രസ്സ് കാണാൻ സാധിക്കും. ആ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക www.kcb.in. ശേഷം ആ പേജ് ലോഡാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ യൂസർ ലോഗിൻ, അതുപോലെ തന്നെ ക്വിക്ക് പേ, രജിസ്റ്റർ കംപ്ലൈൻറ്റ്, യൂസർ ഗൈഡ്, കംപ്ലൈൻറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ ഓപ്ഷനുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതുതായി ഒന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ഇവിടെ താഴെ കാണുന്ന ക്വിക്ക് പേ എന്ന ഓപ്ഷനിൽ. പക്ഷേ ഇവിടെ ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് പഴയ ബില്ലുകൾ കാണുവാനും അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന ചാർജ് തുടങ്ങിയവയെല്ലാം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെക്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യണം. എൻ്റേത് കല്ലായി ആണ്, കോഴിക്കോട് കല്ലായി. ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കൺസ്യൂമർ നമ്പർ. ഈ കൺസ്യൂമർ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ലിൽ കാണുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ബിൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ബിൽ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ലിൽ കാണാൻ സാധിക്കുന്നതാണ്. ബില്ലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കറുത്ത അക്ഷരത്തിൽ കാണുന്ന ഒരു 7 അക്ക നമ്പർ ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് ഇവിടെ ബിൽ നമ്പർ, ബിൽ തീയതി, ബിൽ ഏരിയ തുടങ്ങി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അവിടെ കാണുന്ന ബിൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. ശേഷം ലോഗിൻ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യണം. ഞാനിവിടെ യൂസർ ID എൻ്റർ ചെയ്യുന്നു. ശേഷം നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് മിനിമം 8 അക്ഷരവും അതുപോലെ തന്നെ മാക്സിമം 12 അക്ഷരവുമുള്ള ഒരു വാക്കായിരിക്കണം. അതുപോലെ ഒരു ആൽഫബറ്റും ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് എൻ്റർ ചെയ്യാം. ശേഷം കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്ത് നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യണം. അവിടെ ടൈറ്റിൽ എന്ന ഭാഗത്ത് മിസ്റ്റർ ആണോ, നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഏതാണ് അത് സെലക്ട് ചെയ്യുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. ശേഷം ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റ് നമ്പർ എൻ്റർ ചെയ്യണം. സ്ട്രീറ്റ് നമ്പർ എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ പ്ലോട്ട് നമ്പർ അതുപോലെ സ്ട്രീറ്റ് നമ്പർ, ഏരിയ, ലൊക്കാൽ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്യണമെന്നില്ല. ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്യുക. അതായത് ഇമെയിൽ ID വരെ നിങ്ങൾ എൻ്റർ ചെയ്യുക. ശേഷം ഇവിടെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതായത് ഇവിടെ പിക്ചറിൽ കാണുന്ന അതേ കോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. ശേഷം an email with verification link is sent to your registered email ID. Please click on the link to activate your account. ശേഷം നിങ്ങൾക്ക് ബാക്ക് ടു ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ Gmail ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എന്നതിൽ KSCB-FC.DNR കൺഫേം യുവർ ഇമെയിൽ ID എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് കൺഫേം യുവർ വെബ് സെൽഫ് സർവീസ് അക്കൗണ്ട് എന്ന ഒരു ലിങ്ക് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആയി വരികയാണെങ്കിൽ ജസ്റ്റ് വൺസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വെൽക്കം ടു KSCB വെബ് സെൽഫ് സർവീസ്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ്. ശേഷം ബാക്ക് ടു ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ നേരത്തെ കൊടുത്ത യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്യുക. ഇവിടെ ഞാൻ സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സൈൻ ഇൻ ആയിട്ടുണ്ട്. മാത്രവുമല്ല, ഏറ്റവും പുതിയ ബില്ലിന്റെ എമൗണ്ട്, കൺസ്യൂമർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഡ്യൂ എമൗണ്ട്, പേയബിൾ എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2 തുകകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബിൽ അതായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ പെൻഡിംഗ് ആയിട്ടുള്ള ബില്ല്. ശേഷം നിങ്ങൾ പ്രൊസീഡ് ടു പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഫോർ ഡീറ്റെയിൽഡ് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പേ ചെയ്യുന്നതെന്ന് ഇംഗ്ലീഷ് രീതിയിലെല്ലാം കാണാൻ സാധിക്കും. ആവശ്യമുള്ളവർ അത് വായിച്ച് മനസ്സിലാക്കാം. തുടർന്ന് നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് തുടങ്ങി 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഞാൻ സാധാരണയായിട്ട് ചെയ്യാറ് നെറ്റ് ബാങ്കിങ് ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡ് തന്നെയാണ്. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ATM കാർഡ് തന്നെയാണ്. ഇവിടെ ഞാൻ ഡെബിറ്റ് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നിങ്ങൾക്ക് സെലക്ട് യുവർ ബാങ്ക് എന്ന ഭാഗം കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് പേയ്മെന്റ് ഗേറ്റ്വേ, ടെക് പ്രോസസ് പേയ്മെന്റ് ഗേറ്റ്വേ ഇങ്ങനെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റൂപേ കാർഡ് തുടങ്ങിയവയെല്ലാം ടെക് പ്രോസസ് പേയ്മെന്റ് ഗേറ്റ്വേയിൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. എൻ്റേത് SBIയുടെ മാസ്റ്റർ കാർഡാണ്. മാസ്റ്റർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ചില മാസ്റ്റർ കാർഡുകളുടെ പിന്നിൽ VCC കോഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിവിടെ ടെക് പ്രോസസ് പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യാം. ഏതിലാണ് നിങ്ങളുടെ ബാങ്ക് സപ്പോർട്ട് ആവുന്നത് എന്ന് നോക്കിയ ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടെക് പ്രോസസ് പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യുന്നു. ശേഷം പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിസ, മാസ്റ്റർ കാർഡ്, മാസ്ട്രോ, റൂപേ ഈ 4 കാർഡുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ശേഷം കാർഡ് നമ്പർ, അതിന്റെ താഴെ എൻ്റർ യുവർ കാർഡ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാർഡ് ഹോൾഡേഴ്സ് നെയിം, നിങ്ങളുടെ കാർഡിന്റെ മുകളിൽ എന്താണ് പേര് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേരെന്താണ്, അത് നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം കാർഡിന്റെ മുകളിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അതും എൻ്റർ ചെയ്യുക. ശേഷം CVV നമ്പർ ഉണ്ടാവും, ആ CVV നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, മാസ്റ്റർ കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല. വാലിഡ് ഫ്രം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പം മുതലാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത് ആ ഡേറ്റ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ CVV നമ്പർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ അത്തരത്തിലുള്ള കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എൻ്റർ ചെയ്യേണ്ടതില്ല. പക്ഷേ നിങ്ങളുടെ കാർഡിന് മുകളിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ CVV നമ്പർ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കൺഫർമേഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഓൺലൈൻ വഴി പേ ചെയ്യുന്നതുകൊണ്ട് 3.78 ട്രാൻസാക്ഷൻ ഫീയും അതുപോലെ തന്നെ സർവീസ് ടാക്സ് 0.57 രൂപയും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ തുച്ഛമായിട്ടുള്ള കാശാണ്. നമ്മൾ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് KSCB ഓഫീസിലേക്ക് ബസ്സിന് പോകുന്ന കാശ് കൂടെ വരുന്നില്ല. ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനോ ഒന്നും പാടില്ല. കൂടാതെ അത്യാവശ്യം നല്ല ഒരു നെറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം. തുടർന്ന് നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP എന്ന് പറയുന്നത് 1 ടൈം പാസ്വേഡ് ആണ്. ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു പാസ്വേഡ് അത് അയച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മൊബൈൽ നമ്പർ എൻഡിങ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിന്റെ അവസാന 4 അക്കവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഏതാണോ ആ ഫോൺ നിങ്ങൾ നോക്കുക. അതിലേക്ക് ഒരു OTP പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ OTP പാസ്വേഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് മാസ്റ്റർ കാർഡ് സെക്യൂർ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാസ്ട്രോയുടെ സിമ്പിളും അതുപോലെ തന്നെ വലത് ഭാഗത്ത് ഞാൻ ഉപയോഗിക്കുന്നത് SBTയുടെ കാർഡാണ്. SBTയുടെ ഒരു സിമ്പിളും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസും, ബാങ്കിന്റെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറയുന്നത് ബാങ്കിന്റെ സിമ്പിളാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ബാങ്കിന്റെ എന്തെങ്കിലും ഒരു എംബ്ലമോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് മർച്ചന്റ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റിയിലേക്കാണ് നിങ്ങൾ പേ ചെയ്യുന്നത്. അടുത്തതായിട്ട് എമൗണ്ട് 544.35 540 ആയിരുന്നു ബിൽ എമൗണ്ട്. 4.35 സർവീസ് ടാക്സും കാര്യങ്ങളെല്ലാം ആണ്. അടുത്തതായിട്ട് ഡേറ്റ്, അതിനുശേഷം കാർഡ് നമ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ലഭിച്ചിട്ടുള്ള OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള OTP മുഖേന ഇപ്പോൾ പലതരം ചീറ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP പാസ്വേഡുകൾ നിങ്ങൾ ഒരു കാരണവശാലും
ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നെല്ലാം വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പോലും നിങ്ങൾക്ക് പറഞ്ഞു തന്ന ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ATM കാർഡ് നമ്പർ പോലും നിങ്ങൾക്ക് പറഞ്ഞു തന്ന ശേഷം, ഇതല്ലേ നിങ്ങളുടെ ATM കാർഡ് നമ്പർ, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ ഫോണിലേക്ക് പോലും വന്ന മെസ്സേജിലുള്ള ആ പാസ്വേഡ് ഒന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം ബാങ്ക് ഒരിക്കലും നിങ്ങളോട് ഈ OTP പാസ്വേഡ് അന്വേഷിച്ചുകൊണ്ട് വരില്ല. മാത്രവുമല്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ATM കാർഡ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ പാടില്ല. ഇതെല്ലാം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാം നിങ്ങളെ പറഞ്ഞറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരാരും അത്തരത്തിലുള്ള ചതികളിൽ ചെന്ന് വീഴാൻ പാടില്ല. തുടർന്ന് ഇവിടെ കാണുന്ന വൺ ടൈം പാസ്വേഡ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ചില പാസ്വേഡുകൾക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എനിക്ക് OTP വന്നിട്ട് ഒരുപാട് സമയമായി, അതുകൊണ്ട് OTP എക്സ്പയർ ആയി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുന്നു. ഇപ്പോൾ പറയുന്നത് പർച്ചേസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ വീണ്ടും KCBയുടെ പേജിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നോക്കുക, ഇപ്പോൾ അത് പേ ആയിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. വീണ്ടും പ്രൊസീഡ് ടു പേ എന്ന് കൊടുക്കുന്നു. ഇനിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യാണ്, കാരണം വീഡിയോയുടെ ലെങ്ത് ക്രമാതീതമായിട്ട് കൂടും. ഇപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത അതേ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പേജിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് വീണ്ടും ഒരു OTP വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എനിക്കത് വീണ്ടും എക്സ്പയർ ആയിട്ട് ട്രൈ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് മാത്രം OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, പേയ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് 540 രൂപ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കിയുള്ള എമൗണ്ട് കാണില്ല. 544 രൂപ എന്ന് പറയുന്നത് 4 രൂപ സർവീസ് ചാർജ് ആണ്. അത് KCBയുടെ ഇതിൽ കാണിക്കില്ല. ശേഷം നിങ്ങൾക്ക് ബില്ല് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. നമ്മൾ മൊബൈലിൽ നിന്നെല്ലാം ചെയ്യുന്ന സമയത്ത് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. എനിക്ക് തൽക്കാലത്തേക്ക് ആവശ്യമില്ല. ശേഷം നിങ്ങൾക്ക് ബാക്ക് ടു ഹോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോഴും ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 540 രൂപ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ സൈറ്റ് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് KCBയിൽ നിന്നും ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ആ ഇമെയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കുക, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് KCB പേയ്മെന്റ് സക്സസ് എന്നാണ് കാണിക്കുന്നത്. താങ്ക്സ് ഫോർ യുവർ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് ഫോർ എമൗണ്ട് ₹540 യൂസിങ് ഓൺലൈൻ പേയ്മെന്റ്സ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ബില്ല് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് യുവർ പേയ്മെന്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ നെക്സ്റ്റ് 48 hours. റിഗാർഡ്സ് KCB WSS ടീം. അതായത് ഞാൻ അടച്ച ബില്ല് അവിടെ സക്സസ് ആയിട്ടുണ്ട്. വെബ്സൈറ്റിൽ റിഫ്ലക്റ്റ് ആവണമെങ്കിൽ 48 മണിക്കൂർ കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് ഉടനെ ഹോം പേജിൽ വന്ന സമയത്ത് അപ്പോഴും അവിടെ ബില്ലിന്റെ തുകയായിട്ടുള്ള 540 രൂപ അടയ്ക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അത് റിഫ്ലക്റ്റ് ആവാൻ, അത് മാറാൻ വേണ്ടിയിട്ട് 48 മണിക്കൂർ സമയം എടുക്കുന്നതാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ നിഖിൽ കണ്ണഞ്ചേരി എന്ന പേജ് അൺപബ്ലിഷ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ പേജ് തുടങ്ങി, techmalayali.com. ആ പേജ് ലൈക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ താഴെ വെക്കുന്നു. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിഖിൽ.